ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ വിശ്വാസികൾ. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് കുശാൽ നഗരം സദ്ഗുരു നിത്യാനന്ദ ബാലഗോകുലം നേതൃത്വത്തിൽ ഗോപൂജയും വൃക്ഷപൂജയും നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഗോകുലനാഥനായ ശ്രീകൃഷ്ണൻ ഗോക്കളെ സ്വന്തമെന്നാണ് കരുതിയിരുന്നത്. മാത്രമല്ല, ഗോ ആധാരിത സാമ്പത്തിക വ്യവസ്ഥയാണ് ഗോകുലത്തിൽ ഉണ്ടായിരുന്നതും. ഗംഗ, ഗോവിന്ദൻ, ഗോമാതാവ്, ഗായത്രി, ഭഗവത്ഗീത എന്നിവയെ പവിത്രതയോടെയാണ് ഭാരതം കാണുന്നത്. സർവചരാചരങ്ങളെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഭാരതീയർ പഞ്ചമാതാക്കളിൽ പ്രമുഖയായ ഗോമാതാവിനെ പൂജ്യയായി കണക്കാക്കുന്നു. പശു മണ്ണിന്റെ പ്രതീകമാണ്. നിർജീവമായ മണ്ണിനെ ജീവൻ നൽകി ഊഷരതയിൽ നിന്നും ഉർവരതയിലേക്ക് മാറ്റുവാൻ പഞ്ചഗവ്യങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഇങ്ങനെയെല്ലാമുള്ള ചിന്ത മുൻനിർത്തിയാണ് കാഞ്ഞങ്ങാട് കുശാൽ നഗരം സദ്ഗുരു നിത്യാനന്ദ ബാലഗോകുലത്തിലെ കുട്ടികളും പ്രവർത്തകരും രക്ഷകർത്താക്കളും ചേർന്ന് ഗോപൂജയും വൃക്ഷപൂജയും നടത്തിയത്. ബാലഗോകുലം ഗോകുല ജില്ലാ സെക്രട്ടറി പി സുരേഷ് പടിഞ്ഞാറേക്കര, ഗോകുല പ്രവർത്തക സമിതി രക്ഷാധികാരികളായ കെ നളിനി തുക്കാറാം, ശാലിനി പ്രഭാകരൻ, എം പി രൂപസതീഷ്, കെ ഹേമലത സതീഷ് എന്നിവർ പൂജയ്ക്ക് നേതൃത്വം നൽകി. ബാലഗോകുലത്തിലെ ആദർശ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഗോസംരക്ഷണവും പ്രകൃതി സംരക്ഷണവും ജീവിതവ്രതമായി സ്വീകരിച്ച കർമ്മയോഗിയായ ശ്രീകൃഷ്ണൻ പകർന്നു നൽകിയ സന്ദേശം വരും തലമുറകളിലേക്കും കൈമാറുന്നതിനായാണ് ബാലഗോകുലം ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ഗോപൂജയും വൃക്ഷപൂജയും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.